ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ? വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവിനെ അറിയിക്കുമെന്നുള്ള കനിയുടെ ഭീഷണിയിൽ ഭയന്ന് മഹേഷ് പുറത്തേക്കോടി മുറ്റത്തു നിൽക്കുന്ന രാധയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രാധേച്ചി, കാര്യങ്ങളൊക്കെ കയ്യിന്ന് പോകുന്ന അവസ്ഥയാ. അമ്മ മുകളിലുള്ള കാര്യം കനികയ്ക്കും അറിയാമെന്ന് എന്ന് മഹേഷ് പറയണ കേട്ട് അവൾ എങ്ങനെ അറിഞ്ഞോന്ന് രാധയും ചോദിക്കുന്നുണ്ട്. അതെങ്ങനാന്നൊന്നും എനിക്കറിഞ്ഞൂടാ, അവൾക്കറിയാം. അവൾക്ക് മാത്രമല്ല, അന്നിവിടെ അമ്മയെ അന്വേഷിച്ചു വന്ന ഒരു സാറില്ലേ, കൃഷ്ണചന്ദ്രൻ സാറ്, അയാൾക്കും അറിയാം എന്ന് മഹേഷ് പറയണ കേട്ട് ഇതെന്താ നാട്ടുകാരെ മൊത്തം അറിഞ്ഞോന്ന് രാധയും. മിക്കവാറും ആ വീണയായിരിക്കും ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാതെ പിന്നെ ആരാ എന്ന് മഹേഷ് ചോദിക്കുമ്പോ അവൾക്കിപ്പോ എന്തുമാവാമെന്ന മട്ടിൽ ചുറ്റി നടക്കുകയല്ലേ എന്ന് രാധ പറയുമ്പോ അവൾക്ക് വന്ന പാർസലാണെന്നും പറഞ്ഞ് കുറച്ചു മുമ്പേ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അന്നേരം അവൾ അത് കാണിച്ചതുമില്ല. അന്നേരം അവളുടെ കയ്യില് ഒരു ഇൻവിറ്റേഷനും ഉണ്ടായിരുന്നു. ആ കൃഷ്ണചന്ദ്രൻ സാറിന്റെ ട്യൂഷൻ സെന്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ്. മൊത്തത്തില് എന്തോ ഒരു ഒളിച്ചുകളി ഇവിടെ നടക്കുന്നുണ്ടെന്ന് മഹേഷ് പറയുമ്പോ ആ കനിക്ക് അറിയാമെങ്കിൽ സൂക്ഷിക്കണം. അവൾ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ പറഞ്ഞിട്ട് മാത്രമായിരിക്കും എന്ന് രാധയും പറയുന്നുണ്ട്. അത് ഉറപ്പാ, അവളുടെ കയ്യിലെ പാർസൽ കാണിക്കാൻ ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞതായിരുന്നു. അന്നേരം അവളുടെ വക ഒരു ഭീഷണി, കാര്യങ്ങളൊക്കെ അളിയനോട് പറയുമെന്ന് എന്ന് മഹേഷ് പറയണ കേട്ട് രാധ ആകെ ഞെട്ടുന്നുണ്ട്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല, ഇനിയിപ്പോ ഇവൾ ഇത് കയറി അളിയനോട് പറഞ്ഞ ആകെ കുടുങ്ങില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഇനി എന്തു ചെയ്യുമെടാന്ന് ടെൻഷനോടെ രാധയും ചോദിക്കുന്നുണ്ട്. എന്താ അവളുടെ പ്ലാൻ എന്ന് ശ്രദ്ധിക്കണം, എന്താ അവള് ചെയ്യാന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് മഹേഷ് പറയുമ്പോ ഇവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിച്ച എല്ലാരും ശ്രദ്ധിക്കും. പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രാധ മഹേഷിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. വീണ്ടും അവർ ഓണക്കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ടെത്തുന്നത്. വിഷ്ണുവിനെ കണ്ട് സദ്യയുടെ സമയത്ത് എല്ലാവരും വിഷ്ണുവിനെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വല്യമാമ പറയുമ്പോൾ ഞങ്ങൾ പോലീസുകാർക്ക് എന്തോണം എന്ത് വിഷു വല്യമാമ, കുറച്ച് ഒഫീഷ്യൽ പരിപാടികളുടെ പിന്നാലെ ആയിപ്പോയി. നേരത്തെ ഇറങ്ങണമെന്നാ വിചാരിച്ചിരുന്നത്, പെട്ടുപോയി എന്ന് വിഷ്ണു പറയുമ്പോൾ ഗംഭീര പരിപാടികളൊക്കെ ആയിരുന്നു എന്ന് ഭാർഗവനും പറയുന്നുണ്ട്. വടംവലി മത്സരം, പാചക മത്സരം. വടംവലിക്ക് കൊച്ചു പിള്ളേരാ ജയിച്ചത്. പാചക മത്സരത്തിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ലെന്ന് രേണുവിന്റെ അച്ഛൻ പറയുമ്പോൾ ഇന്ന് നടന്ന ആവേശകരമായ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനത്തിനും സമ്മാനദാനത്തിനുമായിട്ട് മല്ലേപ്പടി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണുനാഥിനെ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് കനി പറയുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടേ. ഔദ്യോഗിക തിരക്കുകൾ കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഓണാഘോഷത്തിന്റെ അവസാന നിമിഷമാണ് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇത്തരം ഒത്തുചേരലുകളും ഇതുപോലുള്ള ആഘോഷങ്ങളും ഇനിയും നമ്മൾ തുടരണം. ഞാൻ ഇനി മത്സര ഫലത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കനിയുടെ കയ്യിൽ നിന്ന് റിസൾട്ട് അടങ്ങിയ ബോർഡെല്ലാം വാങ്ങിക്കൊണ്ട് വിഷ്ണു ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട്. പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ടീം എ, ലില്ലിക്കുട്ടി ആൻഡ് ടീം എന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്കും മഹേഷും രാധയും അടങ്ങിയ ടീം ആർത്തു വിളിക്കുന്നുണ്ട്. ടീം അംഗങ്ങൾ എല്ലാവരും വന്ന് സമ്മാനം കരസ്ഥമാക്കേണ്ടതാണെന്ന് കനിക പറയുമ്പോഴേക്കും ടീം എയിലെ അംഗങ്ങൾ ആർപ്പ് വിളികളോടെ വന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങുന്നുണ്ട്. അടുത്തതായി വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം ബി, കുട്ടിച്ചൻ ആൻഡ് ടീം എന്ന് പറയുമ്പോഴേക്കും അവരും ആർപ്പ് വിളിയും ബഹളങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സമ്മാനമായി ഒരു വാഴക്കുല കനി എടുത്തു കൊടുക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും അവർ വന്ന് അത് ഏറ്റുവാങ്ങുന്നുണ്ട്. അവിടെ ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരി ലക്ഷ്മി ടീച്ചറമ്മ പേജിന്റെ അഡ്മിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ലാപ്ടോപ്പിൽ ഒരു ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ലക്ഷ്മി. ഈ ട്രാക്കർ വെച്ച് നീ ഇരിക്കുന്നിടം കണ്ടുപിടിച്ചോളാം പഹയ. ക്യാൻ യു സേ ഹൂ മാനേജ് ദിസ് പേജ്? പ്ലീസ് റെസ്പോണ്ട്. ആരാ ഈ പേജിന്റെ അഡ്മിൻ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. തന്റെ പേജിൽ വന്ന ആ വോയിസ് മെസ്സേജ് ടീച്ചറമ്മ ഓൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ആരാ ഈ പേജിന്റെ അഡ്മിൻ, പ്ലീസ് റെസ്പോണ്ട് എന്ന ലക്ഷ്മിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ടീച്ചറമ്മ സംശയത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോവാൻ തുടങ്ങുന്ന ജോണിനെ സദ്യ പൊതിഞ്ഞു കെട്ടിക്കൊടുക്കുന്ന വീണയാണ്. ജോണേട്ടനും ടീച്ചറിനുമുള്ള സദ്യ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, ദാ പിടിക്കെ, രാത്രി കഴിക്കാം. പിന്നെ പായസം ഈ പാത്രത്തിൽ പ്രത്യേകം വെച്ചിട്ടുണ്ട്, കഴിക്കണേ എന്ന് വീണ പറയുമ്പോ അമ്മ എന്തായാലും ഹാപ്പി ആവും, എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ജോൺ പോവാൻ തുടങ്ങുമ്പോഴേക്കും സന്തോഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരോട് രണ്ടുപേരോടും കൂടി യാത്ര പറഞ്ഞ് ജോൺ ഇറങ്ങുന്നുണ്ടേ. പിന്നീട് രാത്രിയാവുമ്പോൾ സന്തോഷിന്റെ വീട്ടിൽ അത്താഴമൊരുക്കുന്ന റാണിയെയും വീണയുമാണ് കാണിക്കുന്നത്.
വീണ അവിടെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷിന്റെ അമ്മ മണി അങ്ങോട്ട് വന്ന് അവൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി എടുത്തു നോക്കിക്കൊണ്ട്, ഈ ചപ്പാത്തിക്കൊട്ടും മയമില്ലല്ലോ, മിക്കതും കരിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വീണയെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കറിക്ക് ഉപ്പ് കൂടുതലാണല്ലോ എന്ന് അവർ ദേഷ്യപ്പെട്ടു നോക്കുമ്പോൾ വീണ വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട്, ഇത് കറക്റ്റ് ആണല്ലോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. സന്തോഷിന്റെ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കറക്റ്റ് ആണെങ്കിലേ ഇവിടുള്ള എല്ലാവർക്കും പ്രഷറും വരും. അച്ഛനും പിള്ളേർക്കും നല്ലത് നോക്കി വേണം കൊടുക്കാൻ എന്ന് മണി പറയുമ്പോൾ അപ്പൊ നമ്മളൊന്ന് വീണ ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് മണി അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ തള്ളച്ചി കുറ്റം പറയാൻ വേണ്ടി ഓടി വന്നതാണെന്ന് തോന്നുന്ന രേണു പറയുമ്പോഴേക്കും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്, ഉപ്പൊന്നും കൂടിയിട്ടില്ലെന്ന് വീണയും. ഇവര് പറയുന്നത് ആരെങ്കിലും കേട്ടാ തോന്നും ഇവര് പാചകത്തിൽ ലക്ഷ്മി നായരാണെന്ന്. കഴിക്കുന്നവർക്കല്ലേ അറിയൂ, വെറും ഷോയ, രുചിയുമില്ല മണവുമില്ല. എന്തായാലും ഇന്നത്തെ നമ്മുടെ ചപ്പാത്തിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മോശം ചപ്പാത്തിക്കുള്ള അവാർഡ് കിട്ടിക്കഴിഞ്ഞു എന്ന് റാണി പറയുമ്പോൾ അപ്പോൾ ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് വീണയും. ആ സമയത്താണ് വീണയുടെ മൊബൈലിലേക്ക് ജോണിന്റെ കോൾ വരുന്നത്. അവൾ അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങി കോൾ എടുക്കുമ്പോഴേക്കും ഓണപരിപാടിയുടെ ഇടയ്ക്ക് രണ്ടാളെയും കണ്ടെങ്കിലും തനിക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് ജോൺ പറയുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ജോൺ ചോദിക്കുമ്പോൾ സ്കൂളും വീടുമായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് വീണ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം, അതല്ല ലൈഫ് എങ്ങനെ പോകുന്നു, ഹാപ്പി അല്ലേ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ കളവാവും. എനിക്ക് ജോണേട്ടനോട് കള്ളം പറയാനാവില്ലെന്ന് വീണ പറയുമ്പോൾ എന്ത് പറ്റി വീണ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നുമല്ല ജോണേട്ട കാര്യങ്ങള്. സന്തോഷേട്ടന്റെ അമ്മ ഒരു പ്രത്യേക ക്യാരക്ടറാ. മക്കളോട് വല്ലാതെ ഓവർ പ്രൊട്ടക്റ്റീവും പൊസസീവുമായ ഒരമ്മ. അതുകൊണ്ട് തന്നെ മരുമക്കളോടാണ് അവർക്ക് വലിയ ഇഷ്ടക്കേട് എന്ന് വീണ പറയുമ്പോൾ ആണോ, എന്നിട്ട് സന്തോഷ് എന്ത് പറഞ്ഞു എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ലെന്നുള്ളതാ പ്രശ്നം. അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞാലും സന്തോഷേട്ടൻ ഒന്ന് ചോദിക്കുകയോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയോ ചെയ്യില്ല എന്ന് വീണ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കൂളിനടുത്ത് ഒരു വീട് റെന്റിനടുത്ത് മാറിക്കൂടെ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. വെറുതെ ലൈഫ് നിങ്ങളായിട്ട് സ്പോയിൽ ചെയ്യില്ലേ, ഞാൻ സന്തോഷിനോട് സംസാരിക്കണോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ സന്തോഷേട്ടനോട് പറയാൻ ഏറ്റവും പറ്റിയ ആള് ജോൺ ഏട്ടൻ തന്നെയാ എന്ന് വീണ പറയുമ്പോൾ ശരിക്കും അവിടെ ആരാ യഥാർത്ഥ പ്രശ്നമെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രശ്നം ജോൺ ഏട്ടനെന്ന് തല്ലുകൊടുത്ത ആ പുള്ളിയാ, ആ ഇടങ്കോല്. ഒടുവിലൊക്കെ പുള്ളി ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇപ്പൊ പുള്ളി പോയി, ആള് പോയതിന്റെ ദേഷ്യം കൂടി അമ്മ ഞങ്ങളോടാ കാണിക്കുന്നത്. എന്തിനും ഏതിനും പ്രശ്നമാ, നമ്മളെയൊന്നും ഒട്ടും മതിപ്പില്ല എന്ന് വീണ പറയുമ്പോൾ സന്തോഷ് അടുത്തുണ്ടോന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. മുറിയിലാണെന്ന് വീണ പറയുമ്പോൾ ഒന്ന് അവൻ്റെ ഫോൺ കൊടുത്തേന്ന് ജോൺ പറയുമ്പോഴേക്കും വീണ മൊബൈലുമായി സന്തോഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കട്ടിലിൽ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിന്റെ അടുത്തേക്ക് ചെന്ന് ജോൺ ഏട്ടനാ, സന്തോഷ് ഏട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീണ മൊബൈൽ കൊടുക്കുമ്പോഴേക്കും എന്താ ജോണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. ഓണത്തിന് നിങ്ങളെ കണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഞാൻ വീണയെ വിളിച്ചതാ, അപ്പോഴല്ലേ വിശേഷങ്ങൾ അറിഞ്ഞത് എന്ന് ജോൺ പറയുമ്പോൾ എന്ത് പറ്റി ജോണേ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. സന്തോഷേ, നീ ഏത് സാഹചര്യത്തിലും വീണയെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലല്ലേ നിനക്ക് അവളെ തന്നത്? അതെ എന്ന് സന്തോഷ് പറയുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ വീണയോട്ടും പരിഗണിക്കുന്നില്ലെന്നാണല്ലോ അവൾ പറയുന്നത് എന്ന് ജോൺ പറയണ കേട്ട് സന്തോഷ് ദേഷ്യത്തോടെ വീണയെ നോക്കിക്കൊണ്ട് വീണ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞൊന്ന് ജോൺ പറയുമ്പോഴേക്കും സന്തോഷ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. സന്തോഷ് പുറത്തേക്ക് മാറി നിന്ന് ജോണെ, അത് മാത്രമല്ല ഇവിടെ പ്രശ്നങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും സന്തോഷ് ജോണിനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് താൻ വീണയോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ജോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. വീണ ജോണിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സന്തോഷിന് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന വീണയുടെ അടുത്തേക്ക് സന്തോഷ് വന്ന് പുറത്തൊരാളോട് പറയത്തക്ക വിധം വലിയൊരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല വീണ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് ഇരിക്കുമ്പോഴേക്കും ജോണേട്ടൻ പുറത്തുനിന്നുള്ള ഒരാളല്ലല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ പുറത്ത് മൂന്നാമതൊരാൾ എന്നാ താൻ ഉദ്ദേശിച്ചെന്ന് സന്തോഷ് പറയുമ്പോൾ സന്തോഷേട്ടന് എന്നെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നിരിക്കാം എന്ന് വീണ പറയുന്നുണ്ട്. ഓ, ആയിരുന്നിരിക്കാം എന്നൊക്കെ ആയല്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അവരുടെ കൂടെ നിൽക്കുകയും കൂടി വേണ്ടേ സന്തോഷേട്ടാ? ഞാനിവിടെ ഓക്കെ ആണെന്ന് സന്തോഷേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് വീണ ചോദിക്കുമ്പോൾ താനിവിടെ ഓക്കെ അല്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് സന്തോഷം. ഇതെന്റെ ഒരു സ്പേസ് ആയി തോന്നുന്നതേ ഇല്ല, ആ വിധത്തിൽ എന്നെ കംഫർട്ടാക്കാൻ സന്തോഷേട്ടന് കഴിയുന്നതുമില്ല എന്ന് വീണ പറയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ ഇനി നമുക്ക് തിരുത്താൻ പറ്റുമോ വീണ?
അവരങ്ങനങ്ങ് പൊക്കോട്ടെന്ന് വെക്കാനേ പറ്റൂ എന്ന് സന്തോഷം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് മുന്നിലാണ് അവരിങ്ങനെ നിൽക്കുന്നതെങ്കിലോ എന്ന് വീണ ചോദിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം കൂടി നമ്മുടെ ഒരു പരിഗണനാ വിഷയമല്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ, ആ പ്രിയപ്പെട്ടവരിൽ ഞാൻ പെടില്ലേ, എന്റെ സന്തോഷം പെടില്ലേ എന്ന് ടെൻഷനോടെ വീണ ചോദിക്കുന്നുണ്ട്. സന്തോഷ് ടെൻഷനോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, എന്നെ വീണയും ഞാനങ്ങനെ രണ്ടായി കണ്ടിട്ടില്ലെന്ന് സന്തോഷ് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം എന്ന് വീണയും, അല്ല ജോൺ ഇവിടുന്ന് മാറി താമസിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ, വീട്ടിലുള്ളവർക്ക് തമ്മിൽ ചേർന്നു പോവാൻ പറ്റില്ലെങ്കിൽ ജോണേട്ടൻ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ, അച്ഛനെയും അമ്മയും ഒക്കെ നമ്മൾ വേണ്ടേ നോക്കി സംരക്ഷിക്കാൻ, നമ്മൾ അവരെ ഇട്ടുകളഞ്ഞിട്ട് പോയാലോ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. അവർക്ക് രണ്ടാൾക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാനാവുന്ന ആരോഗ്യസ്ഥിതിയിൽ തന്നെയായിപ്പോ. തൽക്കാലം നമ്മുടെ ആരുടെയും യാതൊരു സപ്പോർട്ടും അവർക്ക് ആവശ്യമില്ല എന്ന് വീണ പറയുമ്പോൾ, വീണ നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറിയ ഇവിടുന്ന് പിണങ്ങിപ്പോയെന്നല്ലേ ആൾക്കാർ പറയൂ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ ദേഷ്യത്തോടെ, ഈ ആൾക്കാരുടെ ചെലവിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ജീവിക്കണമെങ്കിലേ അതിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് വീണ പറയുമ്പോൾ, എനിക്കിപ്പോ ഇവിടം വിട്ട് പോകുന്ന കാര്യമൊന്നും ആലോചിക്കാനേ പറ്റില്ല എന്ന് സന്തോഷ് പറയുമ്പോൾ, സന്തോഷേട്ടനെ ഈ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ വീടും. അവിടെ നിന്നല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനൊന്നും പറയുന്നില്ല സന്തോഷേട്ടൻ, എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക്. അത് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പറയ്. ഇഷ്ടമെന്നത് മറ്റൊരാളെ മനസ്സിലാക്കൽ കൂടിയാ സന്തോഷേട്ടാ എന്ന് ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് വീണ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടേ. പിന്നീട് ഒരു കായൽക്കരയിൽ കായലിലേക്ക് നോക്കി നിൽക്കുന്ന വീണയാണ് കാണിക്കുന്നത്. ജോൺ അവളുടെ അടുത്തേക്ക് വന്ന്, വീണ നേരത്തെ എത്തിയൊന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നും ഇപ്പൊ വന്നതേയുള്ളൂ എന്നും വീണ പറയുമ്പോൾ, കാര്യങ്ങള് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല, അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ജോൺ പറയുന്നുണ്ട്. ജോണേട്ടാ, എനിക്ക് വേറൊന്നുമല്ല വിഷമം തോന്നിയത്, സന്തോഷേട്ടൻ എന്നെ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാ എന്ന് വീണ പറയുമ്പോൾ, ഇന്നലെ കുറച്ചു നേരം സന്തോഷ് എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു വൺ സൈഡഡ് പ്രശ്നമല്ല എന്ന് ജോൺ പറയുമ്പോൾ, അത് സന്തോഷേട്ടൻ പറഞ്ഞപ്പോൾ ജോണേട്ടന് തോന്നുന്നതാണെന്ന് വീണയും. വീണയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ വീണ, ആ ഇടങ്കോലിന് തല്ലു കൊടുത്തിട്ടുള്ള ആളാ ഞാൻ. അതെന്താ കാര്യം? വീണയുടെ അച്ഛന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞ മോശം കാര്യം കാരണമാ അയാൾക്കിട്ടൊന്ന് കൊടുത്തത്. അതില് ഇപ്പോഴും എനിക്കൊരു ഖേദവുമില്ല, അയാളത് അർഹിക്കുന്നുമുണ്ട്. പക്ഷെ അയാൾ നമ്മളെ തൈലമൊഴിച്ചൊക്കെ തള്ളിയിടാന്ന് വെച്ചാ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, അത് അയാൾ എന്നെ കൊണ്ട് കാലു പിടിപ്പിക്കാൻ വേണ്ടി മാത്രം തൈലമിടിച്ചതാണെന്ന് വീണയും പറയുന്നുണ്ട്. അതിന് വീണ അയാളെ തൈലം നിലത്തൊഴിച്ച് തള്ളിയിടണോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, അത് അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ അങ്ങ് തോന്നിയതാ എന്ന് വീണയും പറയുന്നുണ്ട്. നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ആളാണോ വീണ അയാള്? അയാള് വീണ് നടുവെന്തെങ്കിലും പൊട്ടിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അയാൾ തളർന്നു വീണ് പോയിരുന്നെങ്കിലോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, താൻ അങ്ങനൊന്നും ചിന്തിച്ചില്ലെന്ന് വീണയും പറയുന്നുണ്ട്. കാര്യം സന്തോഷ് നിന്നോട് ചോദിച്ചപ്പോൾ സന്തോഷിനോട് നീ ഭയങ്കര ബഹളം കാണിച്ചു അല്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, അതിലെ എന്റെ ആംഗിള് സന്തോഷേട്ടൻ കേൾക്കുന്നില്ലല്ലോ എന്ന് വീണയും. വീണ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു ദേഷ്യം കാണിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. എന്തിനാ വീണ ഇത്രയും ദേഷ്യം? നമ്മുടെ വശം ശാന്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ, എന്റെ ഭാഗം മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് തോന്നിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്ന് വീണയും പറയുന്നുണ്ട്. വീണയുടെ മുഖത്ത് ആ പഴയ ലാളിത്യം പോയതുപോലെ, നിറം കൂട്ടാനൊക്കെ വല്ലാതെ ശ്രമിക്കും പോലെ എന്ന് ജോൺ പറയുമ്പോൾ, അത് പിന്നെ കല്യാണത്തിനൊക്കെ മേടിച്ച കുറച്ച് മേക്കപ്പ് സാധനം ഇരിപ്പുണ്ടായിരുന്നു, അത് പിന്നെ എന്ത് ചെയ്യുമെന്ന് വീണ ചോദിക്കുമ്പോൾ, എടുത്ത് പറമ്പിൽ കളഞ്ഞേക്കുന്ന ജോണും. സ്കൂൾ ടീച്ചറിനെ എന്തിനാ ഇത്രയും മേക്കപ്പ്? സിമ്പിൾ ആയിട്ടുള്ള അധ്യാപകരെയാ കുട്ടികൾക്കിഷ്ടം. സരസ്വതി ടീച്ചറെ പൗഡർ പോലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ച് ടീച്ചറുടെ ഭംഗിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വെറുതെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാ. പിന്നെ നിങ്ങൾ മാത്രം ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചോ? അങ്ങനെ ഒരു വീട്ടില് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ എല്ലാവർക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും മിനിമം ഒന്ന് വേണമെന്ന് ചോദിക്കുക എന്ന് ജോൺ പറയുമ്പോൾ, അത് മറ്റാരും വേണമെന്ന് പറയില്ലെന്ന് റാണി എടുത്തി പറഞ്ഞു. അതാ ഞാൻ ചോദിക്കാത്തതെന്ന് വീണയും ടെൻഷനോടെ പറയുന്നുണ്ട്. വീണ പറഞ്ഞില്ലേ വീണ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ ഒട്ടും ഹാപ്പി അല്ലെന്നൊക്കെ. എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നി. പക്ഷേ രണ്ട് സൈഡും കേട്ടപ്പോൾ വീണയുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാനും വാദിക്കാനും ഒട്ടും ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാ.
നമ്മൾ മറ്റുള്ളവരിൽ പ്രശ്നം കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും കാണാതെ പോവരുത്. ഞാനേ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ എന്നോട് ദേഷ്യമൊന്നും തോന്നുന്നുണ്ട് കേട്ടോ എന്ന് ജോൺ പറയുമ്പോൾ, ഇല്ല ജോണേട്ടാ, എനിക്ക് മനസ്സിലാവുമെന്ന് വീണയും. യുദ്ധമുണ്ടാക്കാൻ എളുപ്പമാ, സ്നേഹവും സമാധാനവും ഉണ്ടാക്കാൻ കുറച്ച് മെനക്കേടാ. വീണ കുറച്ചൊന്ന് മെനക്കെട്. എല്ലാവരെയും ആദ്യമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. കുറച്ചൊന്ന് അടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും എല്ലാവരും പാവങ്ങളാണെന്ന്. ഞാനിത് അമ്മയോട് പോലും പറയുന്നില്ല. കാര്യങ്ങളൊക്കെ വീണയ്ക്ക് തന്നെ ഓക്കെ ആക്കാവുന്നതേ ഉള്ളൂ എന്ന് ജോൺ പറയുമ്പോൾ, നോക്കാമെന്ന് വീണയും. ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്തേലും വേണമെന്ന് ജോൺ ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ടായേ, വയറ് നിറഞ്ഞു എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ, സന്തോഷ് ശരിക്കും ഇൻട്രോവേർട്ടായ ഒരാളാ. അയാൾ വീണയെ അറിയുകയും ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോ വീണ കരുതും പോലെ ഇടംകോലിനെ ഇടിച്ചിട്ടും അമ്മയുടെ അടുത്ത് മാസ് ഡയലോഗ് പറഞ്ഞിട്ടും ആവണമെന്നില്ല. ജീവിതം കുറച്ചുകൂടി റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും വീണ എന്ന് ജോൺ വീണയെ ഉപദേശിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.